വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് കിട്ടുന്ന ജോലിക്ക് അങ്ങ് കയറാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയ വിസയ്ക്ക് അങ്ങ് നേരെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അവിടെ ചെന്നതിന് ശേഷം ആ വീട്ടുകാരൊക്കെ നല്ലതായിരുന്നു, ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു. കുഞ്ഞാണെങ്കിലും നല്ലൊരു മലാക കുഞ്ഞ്, സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ എനിക്ക് പറ്റി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വേലക്കാർക്ക് ഞാൻ അവിടെ ചെന്നത് വലിയ പ്രശ്നമായി. അവരെന്നെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ എഴുന്നേക്കുന്നത്. ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി ഉറങ്ങി എപ്പോൾ ഉറങ്ങുന്നു അപ്പം എൻ്റെ തല മതിലേക്ക് കൊണ്ടുപോയി ഈ ഫിലിപ്പീനുകൾ ഇടിക്കും. അപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഓരോ തരത്തിലും, എല്ലാ തരത്തിലും അവസ്ഥ. എന്നെ ഉപദ്രവിക്കുന്നത് പോരാതെ ഞാൻ നോക്കുന്ന കുഞ്ഞിനെയും അവർ അപായപ്പെടുത്താൻ നോക്കുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ കുഞ്ഞ് ICU വരെ എത്തി. ആകെ വല്ലാത്തൊരവസ്ഥ. ബ്ലാക്ക് മാസിന്റെ ആൾക്കാരാണ് ഈ ഫിലിപ്പീനുകൾ. എന്റെ റൂമിൽ താമസിക്കുന്ന പെണ്ണ്. ആ പെണ്ണ് രാത്രി ഇരുന്ന് ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ഈ ബ്ലാക്ക് മാസിന്റെ ഓരോ പ്രവർത്തികൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ണാലെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഫിലിപ്പീനി വല്ലാതെ എന്നെ ഉപദ്രവിച്ചപ്പോഴേക്കും ഞാൻ മാഡത്തിനോട് കാര്യം പറഞ്ഞു. പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്നേക്കാൾ മുന്നേ ഫിലിപ്പീനുകൾ അവിടെ വന്നിരിക്കുകയാണ്. അവരുടെ ബ്ലാക്ക് മാസ് വലയത്തിനുള്ളിലാണ് ഈ ഫാമിലി. അവർ വിചാരിക്കുന്നത് അവിടെ നടക്കും. എനിക്കൊന്ന് പാസ്പോർട്ട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഏജന്റിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ആ പൈസ ഇവിടെ വെച്ചിട്ട് പൊക്കോളാൻ. 2 ലക്ഷം പോയിട്ട് 20,000 രൂപ എന്റെ കയ്യിൽ എടുക്കാനില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ഇരുന്ന് ചെല്ലുവാണ്. കുഞ്ഞിന്റെ കയ്യിലിരിക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവരെനിക്ക്, ഞാൻ പറഞ്ഞു 2 ദിവസം ജോലി ചെയ്യാതെ മാറിയിരുന്നു. ഭയങ്കര ദേഷ്യം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം തുറന്ന് കാണിക്കാൻ പറഞ്ഞു. എല്ലാം തുറന്ന് കാണിച്ചു. അപ്പോൾ ഇവർക്ക് എന്നോട് ദേഷ്യം കൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ അകത്താക്കണം, പോലീസ് സ്റ്റേഷനിൽ ജയിലിനകത്താക്കണം എന്നുള്ള ചിന്തയിൽ ഇവർ ഓരോന്ന് പരിശോധിച്ചിട്ട് ഇവർക്ക് ആകെ കിട്ടിയത് ഉടമ്പടിയുടെ ഉപ്പാണ്. ഈ ഉടമ്പടി ഉപ്പ് അവരെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയുക ഇത് മയക്കുമരുന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ബ്ലസ്ഡ് സോൾട്ട് ആണ്, ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ട്, യൂട്യൂബിൽ ഞാൻ എടുത്തു, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവരുടെ ഭാഷയിൽ അതൊക്കെ നോക്കി. എങ്കിലും എന്നോട് പറഞ്ഞു സാധനങ്ങളെല്ലാം എടുക്കുക പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഞാൻ ആകെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉടമ്പടി കാശ് രൂപം അതിന്റെ കഴുത്തിലുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഒരുപാട് പരിചയമുള്ള പോലെ നോക്കിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അയാൾ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുമായിട്ട് ഒരു പ്രശ്നമില്ല, വേലക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. പറഞ്ഞ ഉടനെ ഈ അറബി പറഞ്ഞു, ഇല്ല, ഈ ഇരിക്കുന്ന സാൾട്ടല്ല, ഇത് ഒരു മയക്കുമരുന്നാണ്, ഇത് കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ആ ഉപ്പ് എടുത്തിട്ട് ആ പോലീസുകാരൻ കുറച്ചെടുത്ത് ഒരു തുള്ളി എടുത്ത് അയാളുടെ വായിൽ വെച്ചിട്ട് പറഞ്ഞു, നോ, ഇത് സോൾട്ട് തന്നെയാണെന്ന് പറഞ്ഞു. വേഗം ഈ അറബിക്കും കൊടുത്തു. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞിട്ട് അത് അയാൾക്കും കൊടുത്തപ്പോഴേക്കും അയാൾക്കുണ്ടായിരുന്ന ദേഷ്യം എല്ലാം മാറി. ആ നിമിഷം തന്നെ അയാൾ വേറൊരു മനുഷ്യനായി, പെട്ടെന്ന് ചേഞ്ച് ആയി. കാരണം എനിക്ക് പാസ്പോർട്ട് പോലും തരില്ല എന്ന് പറഞ്ഞ ആള് ഈ സാൾട്ട് കഴിച്ചു. 2 പേരും കഴിച്ചു. ആ പോലീസുകാരനും കഴിച്ചു, ഇയാളും പയ്യെ നാവിൽ വെച്ച് നോക്കി. എന്നിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇതൊക്കെ കാണിച്ചു. അപ്പോൾ ആ പോലീസുകാർക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന്. അപ്പോൾ എൻ്റെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, ഫിലിപ്പീനെ ഉപദ്രവിക്കുന്നതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് നേരത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, കുപ്പിച്ചില്ലാണ് കൊണ്ടുവന്ന് കാലി ഷൂസിലിടുന്നത്. പെട്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു പാസ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞു. ദൈവമേ, ടിക്കറ്റ് കൂടി ഇവർക്ക് എടുത്ത് തരാൻ മനസ്സ് തോന്നണമെന്ന് ഞാൻ ഈ മാതാവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പോലീസുകാരൻ പെട്ടെന്ന് അയാൾ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതി എന്ന് അറബിനോട്. 10 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ ഈ പെണ്ണിന് കയറി പോകാൻ പറ്റും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു പറഞ്ഞു. അവിടെ വെച്ച് തന്നെ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഈ ഉടമ്പടി കാശ് രൂപത്തിന്റെ ആ ഉപ്പിന്റെ ശക്തിയിൽ എന്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ നിന്ന് വരുന്നത്. പെട്ടെന്ന് എനിക്ക് കയറി വരാൻ പറ്റി. ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് 1 മാസം കൊണ്ട് എന്തായാലും ഫിലിപ്പീനുകൾ എന്നെ കൊന്നുകളയും. അത്ര ഉപദ്രവമായിരുന്നു. കാരണം അവരവിടെ ചെയ്യുന്ന ബ്ലാക്ക് മാസിനൊന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടാണ്, അവർക്കത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്തേക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമില്ല. ആ റൂമിലും പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്ക് അത് എഫക്റ്റ് ആവുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം. മറ്റും വിചാരിച്ചില്ല ഞാൻ ജീവനോട് ഇവിടെ എത്തുമെന്ന്. ഇത് ഒരു അത്ഭുതമാണ്.